ഷെറിൻ ഫാസ്റ്റ് സുന്ദരിയാണ്, സസ്യാഹാരിയാണ്. ജനിച്ചത് വാഷിംഗ്ടണിലാണെങ്കിലും വിവാഹശേഷം കൊച്ചിയിലാണ് വാസം. മലയാള നാട്ടിൽ മരുമകളായി വന്നു കയറുമ്പോൾ തക്കാളി എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നു ഷെറിന്. പക്ഷേ ഷെറിൻ്റെ അടുക്കളത്തോട്ടത്തിൽ പൂത്തുലയുന്ന തക്കാളിയും വെള്ളരിയും ചീരയും കുറ്റിവാളരിയുമൊക്കെ കണ്ടാൽ ഏതു മലയാളിയും മൂക്കത്ത് വിരൽ വയ്ക്കും. അങ്ങാടിയിലെ വിഷം പുരണ്ട പച്ചക്കറികൾ രുചിച്ചു മടുത്താണ് ഷെറിൻ വീടിൻ്റെ ടെറസ് പച്ചക്കറികളുടെ പൂവാടിയാക്കിയത്. അണ്ണാറക്കണ്ണനെപ്പോലെയാണ് ഷെറിൻ. അയൽവാസികൾക്ക് വേണ്ടിയും അവർ ഇപ്പോൾ ചെടികൾ നടുന്നു. ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാൻ തന്നാലായത് ചെയ്യുന്നു. I was interested in having my own vegetables, so what I decided to do was grow my own vegetables, and I could do it organically with the help of the Vegetable Council of Kerala. It's a nice hobby because you can spend your time when you water the plants. You can see them grow, it makes you feel good, but then you also get lots of vegetables that you know what's been put on them, so you know that they're safe for your family, but they also actually are very, very tasty. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുപ്രകാരം 100 കോടി മനുഷ്യരാണ് ലോകമെമ്പാടും ഭക്ഷണമില്ലാതെ വലയുന്നത്. ഇതിൽ 20 കോടിയും ഭാരതീയരായ നമ്മുടെ സഹോദരങ്ങളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ അവസ്ഥയും ഭിന്നമല്ല. ഒരു കാലത്ത് നമ്മുടെ തൊടികൾ സമൃദ്ധമായിരുന്നു. താളും തകരയും കാച്ചിലും ചേമ്പും ചീരയും മുരിങ്ങയുമെല്ലാം തഴച്ചു വളർന്നിരുന്നു അവിടെ. വെണ്ണീറും ചാണകവുമൊക്കെ ചേർത്ത് വിളയിച്ച നല്ല ഒന്നാന്തരം നെല്ലുകുത്തരിയുടെ കഞ്ഞിയും കാച്ചിലുപുഴുക്കും നമ്മുടെ ഭക്ഷണത്തെ ഹൃദ്യമാക്കി. ഒപ്പം പോഷക സമൃദ്ധവും. ആഹാരത്തെ ഔഷധമാക്കിയ നമ്മുടെ പൂർവികർ ഓരോ കാലത്തിനും അനുയോജ്യമായ വിഭവങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കാലം മാറിയതോടെ നമ്മുടെ ആഹാര രീതികളും മാറി. നാം വൈവിധ്യമാർന്ന തനത് ഇനങ്ങളെ പാടെ ഉപേക്ഷിച്ചു. തീന്മേശയിൽ നിന്ന് മാത്രമല്ല, തൊടികളിൽ നിന്ന് പോലും ഇവ അന്യമായി. ഭക്ഷ്യവിളകൾ നാണ്യവിളകൾക്ക് വഴിമാറി. നീർച്ചാലുകൾ വരണ്ടു. കാവും കുളവും കരിഞ്ഞു. പത്തായപ്പുരകളിൽ നെല്ലൊഴിഞ്ഞു. ഇനിയുള്ളത് പുരയൊഴിഞ്ഞ സമൃദ്ധിയുടെ ഓർമ്മകൾ മാത്രം. കാലചക്രത്തിൻ്റെ ഗതിവേഗമറിയാതെ നീങ്ങുന്ന കാളവണ്ടിക്കാരനെ പോലെ. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഭക്ഷ്യധാന്യങ്ങളുടെയും പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ആഭ്യന്തര ഉപഭോഗത്തിന് 25 ലക്ഷം ടൺ പച്ചക്കറി ആവശ്യമുള്ള കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 ലക്ഷം ടൺ മാത്രം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നത് ഓരോ വ്യക്തിയും പ്രതിദിനം 280 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണമെന്നാണ്. മലയാളി കഴിക്കുന്നതോ വെറും 120 ഗ്രാം മാത്രം. വിലക്കയറ്റം ഇന്ന് ലോകം നേരിടുന്ന രൂക്ഷമായ പ്രശ്നമാണ്. അരിക്കും പയറുവർഗ്ഗങ്ങൾക്കും മാത്രമല്ല, പച്ചക്കറികൾക്ക് പോലും ഇന്ന് തീപിടിച്ച വിലയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനിടയ്ക്ക് പച്ചക്കറികൾക്കുണ്ടായ വിലവർധന നമ്മെ അമ്പരപ്പിക്കും. പച്ചക്കറികൾക്ക് മാത്രമായി പ്രതിവർഷം 1000 കോടിയിലേറെ രൂപയാണ് കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ മലയാളി പട്ടിണി കിടക്കും. അന്യനാട്ടിൽ നമുക്കായി കൃഷി ചെയ്യുന്നതോ വിഷത്തിൽ മുക്കിയെടുത്ത കായ്കനികളും. അർബുദവും അനാരോഗ്യവും വ്യാപകമാകും. ഭക്ഷണത്തിന് മുടക്കേണ്ട പണത്തിൻ്റെ നല്ലൊരു പങ്ക് മരുന്നിന് നീക്കിവെക്കുകയാണ് മലയാളി. നല്ല ഭക്ഷണം നമ്മുടെ അവകാശമാണ്. നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ? സ്വന്തം തൊടികളിൽ വിഷമയമില്ലാതെ ഉൽപ്പാദിപ്പിച്ച് പുതുമയോടെ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ രുചി ഒന്ന് വേറെ തന്നെയല്ലേ? രാസവസ്തുക്കൾ നിറഞ്ഞ പച്ചക്കറികൾ തീപിടിച്ച വില കൊടുത്ത് എന്തിനു വാങ്ങണം? ഉപഭോഗ സംസ്കാരത്തിനടിമപ്പെട്ട് എന്തിനും ഏതിനും വിപണിയെ ആശ്രയിക്കുന്ന രീതി നമുക്ക് ഉപേക്ഷിക്കാം.
ഒരു പുതിയ ആരോഗ്യശീലത്തിന് തുടക്കം കുറിക്കാം. രാസവളപ്രയോഗവും കീടനാശിനികളുമില്ലാതെ അടുക്കളത്തൊടികളിൽ വസന്തം വിരിയിക്കാനുള്ള കർമ്മ പദ്ധതി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഏറ്റെടുക്കുകയാണ്. എല്ലാ വീടുകളിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് VAPCKയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനെ അടിസ്ഥാനമാക്കിയാണ് വീട്ടിലൊരു പച്ചക്കറി തോട്ടം എന്ന പദ്ധതി, ഒരു വലിയൊരു പരിപാടി ഈ വർഷം ആരംഭിക്കുന്നത്. നമ്മുടെ ഓരോ കുടുംബത്തിനും ആവശ്യമുള്ള പച്ചക്കറികൾ അവരവരുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ സ്വന്തമായി കൃഷി ചെയ്യുകയാണെങ്കിൽ അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീടുകളിൽ തന്നെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഷാംശം കലർന്ന പച്ചക്കറി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ല ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഓരോരുത്തരും കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അസുഖങ്ങൾ, മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജീവിത ചെലവ് അതും കുറയ്ക്കാനായിട്ട് സാധിക്കും. ആ വീട്ടിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളുകളിൽ, അതാത് ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്കൂളുകൾ, അതുപോലെ ടൗൺ ഏരിയയിലുള്ള സ്കൂളുകൾ, അതുപോലെ NGOs, റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, ഇവയ്ക്കൊക്കെ VAPCK തന്നെ ഉൽപ്പാദിപ്പിച്ച നല്ലയിനം പച്ചക്കറി വിത്തുകൾ നൽകി അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സാങ്കേതിക ഉപദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് പരിശീലന പരിപാടികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ VAPCKയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ശൈത്യമേഖലയിൽ കൃഷി ചെയ്തിരുന്ന കോളിഫ്ലവർ, ക്യാബേജ്, അതുപോലെ ക്യാപ്സിക്കം, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം കുറച്ചും കൂടെ വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് തൈകളുണ്ടാക്കി വിതരണം നടത്താനുള്ള പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലാകമാനം ഇപ്പം 16 ലക്ഷത്തോളം തൈകൾ വിതരണം നടത്താനായിട്ടുള്ള പരിപാടി ഇട്ടിരിക്കുന്നത്. നമ്മുടെ VAPCK വഴിയായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, ഗുണമേന്മയുള്ള ഫലവൃക്ഷ തൈകൾ ഇവയൊക്കെ കൊടുക്കാനായിട്ടും നമുക്ക് പരിപാടിയുണ്ട്. പച്ചക്കറികൾ വീട്ടുവളപ്പിൽ നട്ടുവളർത്താൻ ഇത്തിരി പരിശ്രമവും നല്ലൊരു മനസ്സും മാത്രം മതി. പോഷകസമൃദ്ധം മാത്രമല്ല പച്ചക്കറികൾ, മാനസികാരോഗ്യത്തിനുള്ള സിദ്ധ ഔഷധം കൂടിയാണ്. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി ഞങ്ങൾ കണ്ടെത്തിയത് കൃഷിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. മന്ദബുദ്ധികളായ കുട്ടികളെ പോലും കൃഷികളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കൃഷി കൊണ്ടുള്ള ഒരു തരം ചികിത്സാ രീതി അല്ലെങ്കിൽ കൃഷിയിൽ അവരുടെ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് ആ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്ന ചികിത്സാ രീതി പോലും ആധുനിക ലോകത്ത് നടപ്പായിട്ടുണ്ട്. മാനസികാരോഗ്യ ചികിത്സയിൽ പോലും കൃഷി ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂന്തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ വളർത്തിയെടുത്തുകൊണ്ട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെ അതിൽ ഭാഗഭാക്കുകളായി അവരുടെ മാനസികമായ ഒരു മാനസിക നിലവാരം വളരെ സാധാരണ നിലയിട്ട് കൊണ്ടുവരാൻ ഉപകരിക്കുന്നതായിട്ടാണ് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. 2.5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ഒരു വർഷം മുഴുവൻ ഒരു കുടുംബത്തിനാവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്തുണ്ടാക്കാം. ഒരൽപ്പം ശ്രദ്ധിച്ചാൽ ചീരയും പയറും വെണ്ടയും മാത്രമല്ല, ശീതകാല വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ പോലും സ്വന്തം വീട്ടുമുറ്റത്ത് നമുക്കുണ്ടാക്കാം. വെള്ളവും സൂര്യപ്രകാശവും യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ. ചീര, വെണ്ട, പയർ, പാവൽ, വെള്ളരി, കുമ്പളം, മത്തൻ, പടവലം എന്നിവയ്ക്കെല്ലാം നല്ല വെയിൽ വേണം. തണലിൽ വളരാൻ കഴിയുന്ന ഇഞ്ചി, ചേന, മധുരക്കിഴങ്ങ്, കാച്ചിൽ, മുളക് ഇവ മറ്റു വിളകളുടെ ഇടയിൽ നടാം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച പച്ചക്കറികൾ അതാതു കാലങ്ങളിൽ തന്നെ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. വെണ്ട, പയർ, മുളക്, വഴുതിന, പാവൽ ഇവ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ നടാം. തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ്, ക്യാപ്സിക്കം, പടവലം എന്നിവ മഞ്ഞുകാലം തുടങ്ങുമ്പോഴേക്കും നട്ടിരിക്കണം. തണ്ണിമത്തൻ, ചീര, മത്തൻ, കുമ്പളം, വെള്ളരി എന്നിവ വേനൽക്കാലത്താണ് നടാൻ ഉചിതം. ചെറിയൊരു വേലിയുണ്ടെങ്കിൽ കോവൽ, നിത്യവഴുതിന, വാളരിപ്പയർ, അമര, പീച്ചിൽ, ചതുരപ്പയർ എന്നിവയും പടർത്താം. സ്ഥലപരിമിതിയാണോ നിങ്ങളുടെ പ്രശ്നം?
നമുക്ക് സിവിൽ എഞ്ചിനീയറായ എറണാകുളത്തെ BK നായരെ പരിചയപ്പെടാം. ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഇന്ത്യ മുഴുവൻ കറങ്ങിയ നായർ സാറിന്റെ റിട്ടയർമെന്റ് ജീവിതം ദാ ഇങ്ങനെയാണ്. ടെറസ് മുറ്റമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. 1.5 ക്യൂബിക്കടി മണ്ണിട്ട് കുമ്മായവും ഇഷ്ടികയും പൊടിച്ച് 4 ഇഞ്ച് കനത്തിൽ നിരത്തി അതിൽ ചട്ടികൾ വെച്ചിരിക്കുന്നു. പീച്ചിലും ചുരക്കയും വഴുതനയും കൂർക്കയും അമരപ്പയറും ചീരയും വെണ്ടയുമെല്ലാം വിളയുന്നത് ഈ ചട്ടികളിലാണ്. ഞാൻ PWDയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു സിവിൽ എഞ്ചിനീയറാണ്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വീട് പണിയിച്ചത്. പണിയുമ്പോൾ തന്നെ ടെറസിൽ കൃഷി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തിരുന്നു ഞാൻ സ്ലാബിൽ. മഴ പെയ്യുന്ന വെള്ളം ഒരൊറ്റ കോർണറിലേക്ക് തനിയെ ഒലിച്ചു പോകും. ഈ സ്ലോപ്പ് ഉള്ളിൽ നിന്നാൽ അറിയില്ല, വളരെ മൈൽഡ് സ്ലോപ്പാണ്. അതിൻ്റെ മുകളിൽ ഈ റോഡ് ടാർ ഉരുക്കി ഒഴിച്ചതിന് ശേഷം 4 ഇഞ്ച് കനത്തിൽ ഇഷ്ടികയും കുമ്മായവും ചേർത്തുള്ള കോൺക്രീറ്റ് ഇട്ട് തല്ലി ഉറപ്പിച്ചിട്ടുണ്ട്. മെഡ്രാസ് ടെറസിംഗ് എന്നാണ് അതിന് പറയുക. അത് ചെയ്തു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്നവർക്ക് ചൂട് വളരെ കുറച്ച് അനുഭവപ്പെടുകയുള്ളൂ. നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് ഒരിക്കലും ചൂടാവില്ല. അങ്ങനെ ഒരു ഉപയോഗമുണ്ട് അതിന്. ഈ ബിറ്റുമിൻ കലക്കി ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ട് ലീക്ക് പ്രൂഫും ആയിരിക്കും. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറികൾ പറിച്ച് സ്റ്റെയർ കേസ് വഴി താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ദുബായി പോയിട്ട് ഒരുപാട് സമ്പാദിച്ചിട്ട് ഒരാൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഗമയിലാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറി എന്തായാലും എനിക്ക് കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് അയലോക്കത്തുകാർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. പച്ചക്കറി മാത്രമല്ല, തെങ്ങും മാവും സപ്പോട്ടയും മുരിങ്ങയും വാഴയുമൊക്കെ മട്ടുപ്പാവിൽ വിളയുമെന്ന് കേട്ടാലോ? പ്രമുഖ വ്യവസായിയും യശോറാം ബിൽഡേഴ്സ് ഉടമയുമായ ARS വാദ്യാരുടെ വാക്കുകൾ കേൾക്കൂ. 2000 ഡിസംബറിൽ തുടങ്ങിയതാണ്. ശരിക്കും ഞാനൊരു എൻജിനീയറാണ്. ഞാനിതിൽ അഗ്രികൾച്ചറിൽ എനിക്ക് വലിയ നോളജൊന്നുമില്ല. ശരിക്കും കൃഷിയിൽ വൈദഗ്ധ്യം ഇല്ലെങ്കിലും അല്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ശരിക്കും ഇതിൻ്റെ എങ്ങനെയൊക്കെ ഓരോ തടങ്ങൾ ഉണ്ടാക്കണം, ഓരോ തടത്തിന് ഓരോ തരത്തിലുള്ളതായ സൈസ് വേണം. തെങ്ങ് നടേണ്ട തടം, വാഴ നടേണ്ട തടം, അതുപോലെ ഇഞ്ചിക്കാണെങ്കിൽ വളരെ കുറവ് മതി. അങ്ങനെ ഓരോ തരത്തിലുള്ള തടങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞങ്ങൾ വരച്ചുണ്ടാക്കിയത്. ഇഷ്ടിക കൊണ്ടുള്ള തടങ്ങളിൽ മണ്ണു മിശ്രിതം നിറച്ചാണ് കൃഷി. തടത്തിനടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നു. അമിത വെള്ളം വാർന്നു പോകാൻ തടത്തിൻ്റെ അടിയിൽ 1 ഇഞ്ച് വ്യാസത്തിൽ ദ്വാരങ്ങളിടുന്നു. ചേന, ചേമ്പ്, കാച്ചിൽ, വാഴ, പപ്പായ, പേര, മുരിങ്ങ, കറിവേപ്പ് എന്നിവയ്ക്ക് ഉയരവും വലിപ്പവും കൂടിയ തടങ്ങൾ വേണം. പ്രധാന വളം അടുക്കള മാലിന്യവും ജൈവ അവശിഷ്ടങ്ങളും ചേർത്തുള്ള കമ്പോസ്റ്റ് തന്നെ. രാവിലെ ഞാനും എൻ്റെ വൈഫും പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു 5:30 ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇവിടെ തന്നെ ഞങ്ങൾ ചിലവഴിക്കും. ഇത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ നാടിനും നന്നായിരിക്കും. 1 സ്ക്വയർ ഫീറ്റ് നല്ല പച്ചലയിൽ നിന്ന് 1 ലിറ്റർ ഓക്സിജൻ ഒരു ദിവസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടുത്തുകൂടി നടന്നാൽ തന്നെ നമുക്ക് നല്ല ആരോഗ്യം നമുക്കുണ്ടാകും. കസ്റ്റംസിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയ ശശിധരന് കൃഷി ചെയ്യാൻ ജോലി ഒരു തടസ്സമാകുന്നില്ല. ടെറസിലെ കൃഷിക്കായി അദ്ദേഹത്തിന് തുണയായത് VFPCKയുടെ ഹരിത നഗരി പദ്ധതിയാണ്. കൃഷി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ അത് ഈ പെസ്റ്റിസൈഡും അതും ഇതൊക്കെ അടിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് വന്ന് കൃഷി ചെയ്യണം എന്നുള്ളൊരു തോന്നലൊന്നും മാത്രമല്ല അതിനൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. VFPCKയുടെ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ അവരെ മൊബൈലിൽ കോൺടാക്റ്റ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ അവരെല്ലാ സാധനം മുകളിൽ സപ്ലൈ ചെയ്തു. മാത്രമല്ല നല്ലൊരു ഗൈഡൻസ് അവർ തരുന്നുണ്ട്. അതാണ് മാക്സിമം ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നത് തന്നെ. അപ്പോൾ അവരിങ്ങനെ ചട്ടി വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ നമുക്കൊന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതല്ല അവർ ഇടയ്ക്കിടയ്ക്ക് അത് വിളിച്ച് ചോദിച്ച് ഓരോ അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് ചേർക്കേണ്ട വളങ്ങൾ എന്താണെന്നൊക്കെ വളരെ നല്ലൊരു ഡയറക്ഷൻ തരുന്നതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഒരു സന്തോഷം സംതൃപ്തിയും പറയാം. ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ചെടിച്ചട്ടിയോ പ്ലാസ്റ്റിക് ചാക്കോ ഉപയോഗിക്കാം. മണ്ണ്
മണൽ, ചാണകപ്പൊടി അഥവാ കമ്പോസ്റ്റ് തുല്യ അളവിൽ ചേർത്തെടുക്കുന്ന മണ്ണുമിശ്രിതം 1.5 ഘനയടി കനത്തിൽ ചട്ടിയിൽ നിറയ്ക്കണം. ടെറസിൽ കൈവരിയോട് ചേർത്തും അടിയിൽ ചുമര് വരുന്ന ഭാഗത്തിന് മുകളിലായും ചട്ടികൾ വയ്ക്കാം. ഇഷ്ടിക അടുക്കി അതിന് മുകളിൽ ചട്ടികൾ വയ്ക്കുന്നതാണ് നല്ലത്. ടെറസിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണുമിശ്രിതം നിറച്ച ചട്ടിയുടെ ഏറ്റവും മുകളിലായി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 50 ഗ്രാം വീതം ഇട്ടതിനു ശേഷം വിത്തുകൾ നടാം. നടുന്ന വിത്ത് ഗുണനിലവാരമുള്ളവയായിരിക്കണം. ഗുണനിലവാരമുള്ള വിത്തുകൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, കേരള കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. ചീരവിത്ത് അരിമണിയും മണലും ചേർത്ത് വിതച്ചാൽ വിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോകില്ല. വിത്ത് നടുമ്പോൾ മുകളിൽ 4 ഇരട്ടി കനത്തിലെ മണ്ണിടാവൂ. ഒരു രാത്രി വെള്ളത്തിലിട്ട് മുളപ്പിച്ച വിത്തുകളാണെങ്കിൽ കിളിർപ്പ് ശേഷി ഉറപ്പാക്കാം. ചീര, വഴുതിന, തക്കാളി, മുളക്, കാബേജ്, കോളിഫ്ലവർ എന്നിവ തടത്തിൽ അല്ലെങ്കിൽ ചട്ടിയിൽ വിത്തുപാകി തൈകളാക്കണം. 4 ഇല പ്രായത്തിൽ പറിച്ചു നടാം. പറിച്ചു നടുന്നതിന് അനുയോജ്യമായ സമയം വൈകുന്നേരമാണ്. നട്ടശേഷം 2-3 ദിവസത്തേക്ക് തണൽ കുത്തിക്കൊടുക്കുകയും വേണം. ഇനി മുറ്റത്തൽപ്പം സ്ഥലമുണ്ടെന്നിരിക്കട്ടെ. മണ്ണിളക്കി ചാലെടുത്ത് വാരം കോരി കുമ്മായം ചേർത്ത് 10 ദിവസങ്ങൾക്കുള്ളിൽ ചാണകപ്പൊടിയിട്ട് വിത്തും തൈകളും നടാം. ചെടികൾക്ക് വളമായി ഓരോ 10 ദിവസം കൂടുമ്പോഴും വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, പച്ചച്ചാണകം ഇവ പുളിപ്പിച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച മിശ്രിതം നൽകാം. 2 ആഴ്ച കൂടുമ്പോൾ 50 ഗ്രാം വീതം മണ്ണിര കമ്പോസ്റ്റ് നൽകണം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വളർച്ച കുറയും എന്ന ധാരണ വ്യാപകമാണ്. പക്ഷേ യഥാസമയം ആവശ്യമായ ജൈവവളങ്ങൾ നൽകുകയും ഫിഷ് അമിനോ ആസിഡ്, പഞ്ചഗവ്യം എന്നിവ പോലുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ചെടികളുടെ വളർച്ചയും ആരോഗ്യവും ഉറപ്പാക്കാം. നട്ടുണ്ടാക്കാം, എല്ലാവരും തയ്യാറാണ്. പക്ഷേ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണത്തിന് മുൻപിൽ പലരും പകച്ചുപോകുന്നു. ഏതൊക്കെ കീടങ്ങളാണ് പച്ചക്കറിക്ക് ശത്രുക്കൾ? പുഴുക്കൾ, വണ്ടുകൾ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇവയെല്ലാം തന്നെ പ്രശ്നക്കാരാണ്. രാസ കീടനാശിനികൾ ഉപയോഗിച്ച് ഇവയെ പെട്ടെന്ന് തുരത്താമെങ്കിലും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒട്ടനവധിയാണ്. പ്രകൃതിയെ നശിപ്പിക്കാത്ത ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ ഏറെയുണ്ട്. വേപ്പെണ്ണ എമൽഷനും കാന്താരിമുളക് ലായനിയും പുകയില കഷായവും പഴക്കെണിയുമൊക്കെ മതി ഏത് കീടത്തെയും തുരത്താൻ. കീടങ്ങളെപ്പോലെ തന്നെ രോഗങ്ങളും നമ്മുടെ കൃഷിയെ നശിപ്പിക്കാറുണ്ട്. രോഗകാരണം ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എന്നീ സൂക്ഷ്മാണുക്കളും. ചിട്ടയായ പരിചരണമുണ്ടെങ്കിൽ ഏത് രോഗത്തെയും അകറ്റാം. പച്ചക്കറിത്തോട്ടം വൃത്തിയായി പരിപാലിക്കലാണ് ആദ്യം വേണ്ടത്. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നടാം. കരിഞ്ഞതും രോഗം ബാധിച്ചതുമായ ഇലകൾ പറിച്ചെടുത്ത് കത്തിച്ച് നശിപ്പിക്കണം. ഒരടുത്ത സുഹൃത്തു വഴിയാണ് മോഹനൻ ജീവാണുക്കളായ സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ എന്നിവയെക്കുറിച്ചറിഞ്ഞത്. വിളകളിലുണ്ടാവുന്ന കുമിൾ, ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായ സൂക്ഷ്മാണുക്കളാണ് ഇവ എന്നറിഞ്ഞപ്പോൾ ഇത്തവണത്തെ കൃഷിക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഫലം അത്ഭുതാവഹമായിരുന്നു. മറ്റൊരു പരീക്ഷണം സ്യൂഡോമോണാസ് ഉപയോഗിച്ചായിരുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം പൊടി കലക്കി ആഴ്ചയിലൊരിക്കൽ ചെടികളിൽ തളിച്ചു കൊടുത്തു. രോഗങ്ങളുടെ സ്ഥാനം മോഹൻദാസിന്റെ കൃഷിയിടത്തിൽ നിന്നും പുറത്തായി. ഒരു സർവ്വരോഗ സംഹാരിണിയാണ് സ്യൂഡോമോണാസ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. കേരള കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ് ബയോ കൺട്രോൾ ലാബ് എന്നിവിടങ്ങളിൽ നിന്ന് ഇവ ലഭിക്കും. മനസ്സർപ്പിച്ചാൽ, ചിട്ടയായി പരിചരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം വീട്ടുമുറ്റത്ത് വിഷം തീണ്ടാത്ത പുതുമയേറിയ നാടൻ പച്ചക്കറികൾ വിളയിക്കാം. നന്മ നിറഞ്ഞതാണ് ജീവിതം. ചെത്തിയും മന്ദാരവും തുളസിയും പോലെ ശാലീനമാണ്.
കാൽ നൂറ്റാണ്ടായി നിറഞ്ഞ മനസ്സോടെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുകയാണ് ഡോക്ടർ സഭാപതി. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ റൂഫ് ടോപ്പ് ഏരിയ ഒരു 16,000 സ്ക്വയർ ഫീറ്റുള്ളൊരു ഏരിയയാണ്. ഏകദേശം 32 കൊല്ലം മുമ്പ് ഇതിൽ എന്തെങ്കിലും ഈ റൂഫ് ടോപ്പ് വെറുതെ വേസ്റ്റാക്കി കളയാൻ പാടില്ല, ടെറസ് വെറുതെ വേസ്റ്റാക്കാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഇതിനകത്ത് ചെറുതായിട്ട് ആദ്യം കുറച്ച് ഫ്ലവർ കൊണ്ടുവന്നു, വെജിറ്റബിൾസ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സകലതരം വെജിറ്റബിൾസും ഇവിടെ ഉണ്ടാവും. ഒരു ടെറസിൽ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതെല്ലാം ഒരു മനുഷ്യരുടെ ആ ഒരു മനസ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എന്തു വേണമെങ്കിൽ സാധിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും ഡിപ്പെൻഡ്. ഇപ്പോൾ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ വലിയ തരം ഫ്രൂട്ട്സ് കിട്ടും, അതേപോലെ പഴങ്ങളായിട്ട് പലതും കിട്ടും, നല്ല കളറുണ്ടാവും, നല്ല സൈസ് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇത് നേടിയെടുക്കാൻ സാധിക്കും. പത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളത് ദേഹത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുള്ളത്, അത് വളരെ സത്യാവസ്ഥയാണ്. കുറച്ചൊക്കെ ദോഷം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവും, എന്തെങ്കിലും അലർജി ഉണ്ടാവും, അങ്ങനെ പലതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതില്ലാതെ നമുക്ക് നല്ല വെജിറ്റബിൾസ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. നീതിയുടെ തുലാസിൽ ജസ്റ്റിസ് കെ സുകുമാരൻ്റെ വാക്കുകൾക്ക് കനമേറുന്നു. ശ്രദ്ധേയമായ ഒട്ടേറെ വിധികളിലൂടെ കേരളീയ സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ച അദ്ദേഹം കാലങ്ങളായി കൃഷിയെ സ്നേഹിക്കുന്നു. കൃഷി എൻ്റെ ജീവിതത്തിലെ പ്രധാനമായ ധന്യമായ ഒരു ഭാഗമാണ്. ന്യായാധിപനെന്ന നിലയ്ക്ക് ഹൈക്കോടതിയിലിരുന്നപ്പോഴും തോട്ടവും പൂന്തോട്ടവും ഒക്കെ നോക്കിക്കാണാനുള്ള ചുമതല എനിക്കർപ്പിതമായി. അന്നും കൃഷിയെപ്പറ്റി, ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷിയെപ്പറ്റി വളരെയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചു. ഒന്നും നടാൻ മുറ്റമില്ലാതിരുന്ന ഒരു വീട്ടിൽ ഞാൻ ടെറസിൽ വാഴ നട്ടു, വാഴ കുലച്ചു. മാതൃഭൂമി ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതൊരു വലിയ കാൽവെപ്പായിരുന്നു. പല ആളുകൾക്കും ടെറസിൽ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു കൗതുകം ഒരു ന്യായാധിപൻ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാനസിക പിരിമുറുക്കത്തിനുള്ള മരുന്നുകൂടിയാണ് കൃഷി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കുറ്റകൃത്യങ്ങൾ നടത്തി ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട വലിയൊരു സമൂഹം നമ്മുടെ സമുദായത്തിലുണ്ട്. അവരെക്കൊണ്ട് ശേഷിച്ച കാലം പ്രചോദനപ്രദമായ പരിപാടികൾ സ്വീകരിപ്പിക്കാൻ ഭാവനയുള്ള ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പല ജയിലുകളും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള തടവുകാർ ഉണ്ടാക്കുന്ന വളരെ വിവിധങ്ങളായ ഫലങ്ങളും മറ്റു വിളവുകളും ആരെയും ഹരം കൊള്ളിക്കും. അതുപോലൊരു സംരംഭം എല്ലായിടത്തും തുടങ്ങാവുന്നതാണ്. പല രാജ്യങ്ങളിലും അത് തുടങ്ങിയിട്ടുമുണ്ട്. കൃഷിയിൽ നിന്ന് അകലുന്ന പുതുതലമുറയാണ് നമ്മുടേത്. ആശങ്കാജനകമായ ഈ അവസ്ഥ എങ്ങനെയാണ് തടയുക? വരും തലമുറയ്ക്ക് നാം എന്തു നൽകും? എല്ലാം നശിപ്പിച്ചവരാണ് നമ്മളെന്ന് അവർ പറയാതിരിക്കട്ടെ. മണ്ണിനെ കൊന്നാൽ നമുക്ക് നമ്മുടെ മക്കളോട് ഉത്തരം പറയേണ്ടി വരും. അവർക്കായി നമുക്ക് കരുതി വയ്ക്കാം മണ്ണറിവിൻ്റെ പുതിയ പാഠങ്ങൾ, നന്മയുടെ നൽക്കാഴ്ചകൾ. നക്ഷത്രവൃക്ഷത്തോട്ടവും പൂമ്പാറ്റ ഉദ്യാനവും പച്ചക്കറിത്തോട്ടവും ഒരുക്കിയാണ് കൊച്ചിയിലെ ഭവൻസ് വരുണ വിദ്യാലയം കുഞ്ഞുങ്ങൾക്ക് നന്മയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്നത്. ഭവൻസ് വരുണ വിദ്യാലയയിൽ ഞങ്ങൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ സഹായത്തോടുകൂടി പച്ചക്കറി തോട്ടം തുടങ്ങി. 60 ചട്ടികൾ ഞങ്ങൾ മേടിച്ചു. വെണ്ടയ്ക്ക, ചീര, പാവയ്ക്ക, വഴുതന, അങ്ങനെയുള്ള എല്ലാ കോമൺ വെജിറ്റബിൾസും ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽസും പെസ്റ്റിസൈഡും ഉപയോഗിക്കുന്നേ ഇല്ല. പിന്നെ ഈ പച്ചക്കറി തോട്ടം നോക്കി വളർത്തുന്നത് കുട്ടികളാണ്. കുട്ടികളെ കൊണ്ടാണ് ഈ ജൈവവളം ഇടിയിക്കുന്നതും അതിൻ്റെ സംരക്ഷണം എല്ലാം കുട്ടികളാണ് ചെയ്യുന്നത്. ഈ പച്ചക്കറി തോട്ടം കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഫാമിങ്ങിനോട് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പാഠപുസ്തകം മാത്രമല്ല ഇവിടെ പഠന വിഷയം. ഉച്ചയൂണിലുള്ള വിഭവങ്ങൾ
വിദ്യാലയത്തൊടിയിൽ ഇവർ ഉണ്ടാക്കുന്നു. കൈക്കോട്ടും പൂവാലിയുമായി വെണ്ടയുടെയും ചീരയുടെയും ചുവട്ടിലെത്തുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയങ്ങൾക്കെന്നല്ല, നമ്മുടെ കൊച്ചു കേരളത്തിന് തന്നെ മാതൃകയാണ്. സ്കൂളിൽ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഞങ്ങളെല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. വീട്ടിലും ഇത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഞങ്ങൾ വീട്ടിലും തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ചീര ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്ക് കുറച്ച് കൃഷി അവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കാറൊക്കെ ഉണ്ട്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നത്തിനും അന്നദാതാവായ ഈശ്വരനും നാം ഭാരതീയർ കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം ശ്രീനാരായണ ഗുരുദേവന്റെ കവിതാശകലത്തിലൂടെ വ്യക്തമാകുന്നു. ഞങ്ങൾക്കു തമ്പുരാൻ. അന്നം ബ്രഹ്മ. നമ്മൾ കഴിക്കുന്ന അന്നം നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ കഴിക്കുന്ന ആഹാരം ഏറ്റവും സത്യസന്ധവും ഏറ്റവും ജെന്യൂനായ ആഹാരം കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിരുകാക്കുന്ന സൈനികനും കതിരുകാക്കുന്ന കർഷകനും നാടിൻ്റെ അഭിമാനമാവുമ്പോൾ ഇന്ന് മലയാള ജനത കഴിക്കുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ രാസവളവും കീടനാശിനികളും നിറച്ച ഭക്ഷണങ്ങൾ കഴിച്ച് ഇന്ന് മലയാളി ഏകദേശം 36% ക്യാൻസർ നിരക്ക് കൂടുമ്പോൾ എനിക്കൊരു കൊച്ചപേക്ഷ, ഒരല്പസമയം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മൾ കാർഷിക മേഖല സത്യസന്ധവും ആത്മാർത്ഥവും കൂടുതൽ അർപ്പണബോധത്തോടും കൂടെ ചെയ്യാതിരിക്കുന്ന പക്ഷം ഒരു 15 വർഷം മലയാളി 15 വർഷത്തിനപ്പുറം മലയാളി ഓണം ഉണ്ണാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ തോന്നൽ. തിരക്ക് പിടിച്ച സമയത്ത് ഞാനും പച്ചമുളക് വരെ എൻ്റെ വീട്ടിൽ ഞാൻ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ എല്ലാവരും അവരുടെ തിരക്കിൻ്റെ ഒരംശം മാറ്റി അവരുടെ വീട്ടിലെ ഒരു അടുക്കള പച്ചക്കറി തോട്ടത്തിന് സമയം കണ്ടെത്തുക. ആ സമയം അടുത്ത നമ്മുടെ ഒരു നല്ല തലമുറയെ സത്യസന്ധരാക്കി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വളർത്താൻ സാധിക്കും. നമുക്കിനി പ്രകൃതിയിലേക്ക് മടങ്ങാം. മണ്ണിനെ മാറോടണയ്ക്കാം. നാട്ടറിവുകളെ സ്വായത്തമാക്കാം. കൃഷിയുടെ പാഠഭേദങ്ങളിൽ നന്മയുടെ നാളങ്ങൾ നിറഞ്ഞുകത്തട്ടെ. ദുരിതകാലത്തിനുമപ്പുറം പ്രതീക്ഷയുടെ നാമ്പുകൾ തേടുന്നതാകട്ടെ നമ്മുടെ യാത്രകൾ. ഈ യാത്ര അവസാനിക്കുന്നില്ല. നല്ല നാളെയുടെ നിറവെളിച്ചത്തിലേക്കാണ് ഈ കുരുന്ന് കാൽവെപ്പുകൾ. സുഭിക്ഷമായ കാലത്തിൻ്റെ കടവു തേടുന്ന തുഴകളാവട്ടെ നമ്മുടെ ജീവിതം.